കൊൽക്കത്തയുടെ വടക്കു ഭാഗത്തുള്ള അൾത്താദംഗ എന്ന് പറയുന്ന സ്ഥലത്ത് ജവഹർലാൽ ദത്ത റോട്ടിലായിരുന്നു അർച്ചന എന്ന് പറയുന്ന 35 വയസ്സുകാരിയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള പിന്റുവും താമസിച്ചിരുന്നത്. ഈ ദമ്പതികൾക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്തത് ആൺകുട്ടിയായിരുന്നു, 14 വയസ്സായിരുന്നു പ്രായം. രണ്ടാമത്തത് പെൺകുട്ടിയായിരുന്നു, 7 വയസ്സായിരുന്നു പ്രായം. അർച്ചന ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. അവരുടെ ഹസ്ബൻഡായിട്ടുള്ള പിന്റു ഒരു കാർ സർവീസിംഗ് സെന്ററിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവരുടേത് ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 17, 2018, ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്നത്തെ ദിവസം തൻ്റെ മൊബൈൽ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അർച്ചന പുറത്തേക്ക് പോയത്. എന്നാൽ വൈകുന്നേരമായിട്ടും അവർ തിരിച്ചെത്തിയില്ല. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള പിന്റു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ആളുടെ അമ്മയുടെ അടുത്ത് അർച്ചനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൊബൈൽ റിപ്പയർ ചെയ്യാനായിട്ട് പുറത്തോട്ട് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ആൾക്ക് ലഭിച്ചത്. ഉടനെ തന്നെ തൻ്റെ വൈഫിൻ്റെ ഫോണിൽ ട്രൈ ചെയ്യായിരുന്നു. ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫും ആയിരുന്നു. വൈഫ് തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞു. അവരുടെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ്. എവിടെ പോയി, എന്ത് പറ്റി എന്നുള്ളതൊന്നും തന്നെ അറിയില്ല. അങ്ങനെ പിന്റു നേരെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോയ ആ ഒരു ഷോപ്പിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചു, അവർക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ആ സ്ട്രീറ്റിലുള്ള ഒരുപാടധികം ഷോപ്പുകളിലും മറ്റുമൊക്കെ അന്വേഷിച്ചു. ഇവരാരും തന്നെ അർച്ചനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇയാൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, അർച്ചനയുടെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ റിലേറ്റീവ്സ് തുടങ്ങിയിട്ട് അർച്ചന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലോട്ടും വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം അവർ ആരും തന്നെ അർച്ചനയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അർച്ചനയെ കാണാതായി. അങ്ങനെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. യാതൊരു ഐഡിയ ഇല്ല എവിടെ പോയി എന്നുള്ളത്. ഇയാളാണെന്നുണ്ടെങ്കിൽ ദിവസവും അർച്ചനയെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്, എന്നാൽ അവരെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഏകദേശം 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. കൃത്യമായിട്ട് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 21 ഇയാൾ വൈഫിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ടി വിയിലത്തെ ന്യൂസ് കാണുകയായിരുന്നു. ആ ന്യൂസിൽ അപ്പോഴാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ രീതിയിൽ ആനന്ദപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഓട്ടോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയുടെ ഫോട്ടോസും മറ്റുമൊക്കെ മീഡിയാസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാരാണ്, എന്താണ് എന്നുള്ളതൊന്നും തന്നെ പോലീസിന് ആ ഒരു സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ടി വിയിലായ ഒരു ഫോട്ടോ കണ്ട് ഇയാൾ ഞെട്ടിപ്പോവുകയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അയാളുടെ വൈഫായിട്ടുള്ള അർച്ചന തന്നെയായിരുന്നു. അപ്പോൾ അർച്ചനക്ക് എന്താണ് സംഭവിച്ചത്? മൊബൈൽ ഷോപ്പിലോട്ട് പോയ അർച്ചന എങ്ങനെ കനാലിലെത്തി? 6 വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അർച്ചനയെ കാണാതായി 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആനന്ദ്പൂർ സ്റ്റേഷനിലോട്ട് ഒരു കോൾ വരുന്നത്. അവിടെ ഒരു ഓടയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളായിരുന്നു അത്. പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ആ ഒരു മൃതദേഹം കിടന്നിട്ടുണ്ടായിരുന്നത്. അവരെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 35-40 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചുവന്ന ചുരിദാറായിരുന്നു ധരിച്ചിട്ടുണ്ടായത്. അവരാരാണ്, എന്താണെന്നൊന്നും തന്നെ പോലീസിന് ആ ഒരു സമയത്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ മീഡിയയിലോട്ട് കൊടുക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 13 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു അർച്ചനയും അർച്ചനയുടെ ഫാമിലിയും താമസിച്ചിരുന്നത്. അതായത് ഈ ഒരു ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് 13 കിലോമീറ്റർ മാറിയിട്ട്. ന്യൂസ് കണ്ട അർച്ചനയുടെ ഹസ്ബൻഡും ആളുടെ അമ്മയും നേരെ പോലീസിനെ കോൺടാക്ട് ചെയ്യുകയാണ്. അങ്ങനെ അത് അർച്ചനയുടെ ബോഡി തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരോട് വരാനായിട്ട് പറഞ്ഞു. അവർ നേരെ ആ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അർച്ചനയുടെ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബോഡി ഓട്ടോപ്സിക്കും കാര്യങ്ങൾക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഓട്ടോപ്സി റിസൾട്ട് വന്നു. കഴുത്ത് ഞെരിച്ചായിരുന്നു അർച്ചനയെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. പോലീസുകാർ അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ അവർ നടന്ന സംഭവം പറയാണ്. അന്ന് അതായത് 17 മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിനുശേഷം അർച്ചന തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ കൂടുതലൊന്നും തന്നെ ഫാമിലി മെമ്പേഴ്സിന് അറിയില്ലായിരുന്നു. അങ്ങനെ അർച്ചനയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കുകയാണ്. അതായത് അർച്ചന സ്ഥിരമായിട്ട് ആരൊക്കെയായിട്ടാണ് കോൺടാക്ട് ചെയ്തിരുന്നത്, ലാസ്റ്റ് അവരുടെ ലൊക്കേഷൻ ഏതായിരുന്നു, അതുപോലെ തന്നെ അവർ എവിടെയൊക്കെ ആയിരുന്നു ട്രാവൽ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചെക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. അർച്ചന സ്ഥിരമായിട്ട് 2 പുരുഷന്മാരോട് കൂടെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവർ 2 പേരുമായിട്ട് അർച്ചനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിലോട്ട് പോലീസുകാരുടെ നിഗമനം എത്തുകയാണ്. അപ്പോൾ പോലീസുകാരിങ്ങനെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർക്ക് വേറെയും കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 വർഷങ്ങൾക്ക് മുൻപ് അർച്ചനയും ഹസ്ബൻഡും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ഹസ്ബൻഡ് തന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് അർച്ചന ഒരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കംപ്ലൈൻറ്റ് വിത്ഡ്രോ ചെയ്യുകയും ചെയ്തു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അർച്ചനയുടെ നടപടികളൊന്നും തന്നെ ശരിയല്ല.
അതായത് ഒരുപാടധികം പുരുഷന്മാരുമായിട്ടൊരു വഴിവിട്ട ബന്ധം അവർക്ക് ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അവർ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ അടിയാണ്. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഇവരുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു അടി ഇവർ തമ്മിൽ ഉണ്ടാവുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. അതിനുശേഷം വലിയൊരു അടി ഉണ്ടാവുകയാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സെയിം സ്ട്രീറ്റിൽ ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നു. ആ കടയിൽ ഒരു പയ്യൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അർച്ചന ആ ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലാവുകയായിരുന്നു. അതിനുശേഷം വീട് വിട്ട് ആ ഒരു പയ്യൻ്റെ കൂടെ ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പയ്യൻ്റെ കൂടെ അവർ താമസിച്ചു, ജീവിച്ചു. എന്നാൽ ഒരു ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ പയ്യൻ സെറ്റാകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തിരിച്ച് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് വരികയാണ്. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ തനിക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൻ്റെ മക്കൾക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മ വേണമല്ലോ എന്നുള്ള ഒരു മൈൻഡിൽ പിന്നീട് ഇതൊക്കെ കൂടെ ക്ഷമിച്ചുകൊണ്ട് അർച്ചനയെ വീട്ടിലോട്ട് കയറ്റുകയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് അർച്ചന നന്നായോ? ഇല്ല. അർച്ചന വീണ്ടും അർച്ചനയുടെ പഴയ സ്വഭാവത്തിലോട്ട് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ഇത്രത്തോളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയുടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ ഹസ്ബൻഡിന് സഹിക്കാൻ പറ്റാതെ ഭാര്യയെ കൊന്നതായിരിക്കാം. അതിനുശേഷം ഇങ്ങനെയുള്ളൊരു ഡ്രാമ കളിക്കുന്നതായിരിക്കാം എന്നുള്ള ഒരു തോട്ടിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അങ്ങനെ പിന്നുവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും കേട്ടും അതുപോലെ തന്നെ അന്നത്തെ ദിവസം, അതായത് ഈ ഒരു ക്രൈം നടക്കുന്ന ദിവസം ആൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചെക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആളെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ആളൊരു പാവം മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രൈം നടക്കുന്ന ദിവസം ആൾ പറയുന്നത് പോലെ തന്നെ ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എൻ്റെ ലൊക്കേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ ലൊക്കേഷൻ 2 സ്ഥലത്തായിരുന്നു. പിന്നെ സസ്പീഷ്യസ് ആയിട്ടുള്ള യാതൊരു ഫോൺ കോൾസും ഇയാളുടെ ഫോണിൽ നിന്ന് പോയിട്ടില്ല. അതേപോലെ തന്നെ ഇയാൾക്ക് അത്തരത്തിലുള്ള കോളുകളൊന്നും തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പോലീസിന് സംശയം ഉണ്ടായിരുന്നത് അർച്ചനയുടെ 2 കാമുകന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ അയാളുമായിട്ടായിരുന്നു കൂടുതൽ അർച്ചന കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം കോണ്ടാക്ട് ചെയ്തതും അയാളെ തന്നെയായിരുന്നു. അപ്പോൾ ആളുടെ പേര് ബൽറാം എന്നായിരുന്നു. ജാർഖണ്ഡിലായിരുന്നു ആളുടെ, അതായത് ജാർഖണ്ഡിൽ റാഞ്ചിയിലായിരുന്നു ആളുടെ താമസം. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ബന്ധം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആയിരുന്നു. അതായത് ഒരു കല്യാണത്തിന് വെച്ചിട്ടായിരുന്നു ഈ ഒരു അർച്ചനയും അതുപോലെ തന്നെ ബൽറാമും മീറ്റ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വേറൊരു തലത്തിലോട്ട് മാറുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ബൽറാമിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പിയെടുത്തു നേരെ ബൽറാമിൻ്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ സെപ്റ്റംബർ 17-ാം തീയതി തുടങ്ങിയിട്ട് അയാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ പോലീസിന് വീണ്ടും സംശയങ്ങളായി. അതായത് ആ ഒരു സ്ത്രീയെ കൊന്നിട്ട് ബൽറാം മുങ്ങിയതാണോ, എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ഈ ഒരു അർച്ചനയുടെ ഹസ്ബൻഡ് കൊന്നതാണോ, എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്നും അറിയാത്തതുപോലെ ഡ്രാമ കളിക്കുകയാണോ, അങ്ങനെ ഇങ്ങനെയുള്ള ഒരു പല പേഴ്സ്പെക്റ്റീവിൽ പല ആംഗിളിൽ പോലീസുകാർ ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങോട്ട് ചിന്തിക്കുകയാണ്. പോലീസുകാരങ്ങനെ ഈ ഒരു അർച്ചനയുടെയും അതുപോലെ തന്നെ ബൽറാമിൻ്റെയും ലാസ്റ്റ് ഫോൺ സിഗ്നൽ ഓൺ ആയിരുന്ന ഒരു സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ മാർക്കറ്റിലെ ഹോട്ടൽ അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിനടുത്തായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ആ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടാകാം എന്നുള്ളൊരു ഇതിൽ പോലീസുകാർ നേരെ ആ ഒരു ഹോട്ടലിലോട്ട് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ മാനേജർ അവിടെ ഉണ്ടായിരുന്നില്ല. ജയദേവ് യാദവ് എന്നായിരുന്നു ആളുടെ പേര്. മാനേജർ അവിടെ പോയി അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആളിവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണെന്നുള്ള തരത്തിലായിരുന്നു മറുപടി ലഭിച്ചത്. എന്തോ അതൊരു സുഖകരമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നില്ല. പോലീസിന് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അങ്ങനെ ആ ഒരു ജയദേവ് യാദവിന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് പോലീസുകാരെ ട്രൈ ചെയ്യാണ്. എന്നാൽ ആള് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ പോലീസുകാർ ട്രേസ് ചെയ്യാണ്. അപ്പോൾ ജാർഖണ്ഡ് ആളുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ നേരെ അയാളുടെ വീട്ടിലോട്ട് എത്തുകയായിരുന്നു. ജയദേവ് യാദവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസുകാർ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആദ്യം തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പോലീസുകാർ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും അയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ അർച്ചനയും അതുപോലെ തന്നെ ബൽറാമും സ്ഥിരമായിട്ട് ആ ഒരു ഹോട്ടലിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് സെപ്റ്റംബർ 17-ാം തീയതിയും അവർ ആ ഒരു ഹോട്ടലിൽ മുറിയെടുത്തത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ഹോട്ടലിലത്തെ റൂം ബോയ് നേരെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഡോറിൽ തട്ടിയതാണ്. എന്നാൽ അകത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ആ ഒരു സ്റ്റാഫ് വന്നിങ്ങേറ്റ് മാനേജറോട് പറഞ്ഞു ഇതേപോലെ തന്നെ ഡോർ തട്ടിയിട്ട് അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനെ ആ ഒരു മാനേജർ വന്നിങ്ങേറ്റ് അവർ പേരൊക്കെ വിളിച്ച് ഡോറൊക്കെ തട്ടി നോക്കുകയാണ്. അപ്പോഴും അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള സ്പെയർ കീ യൂസ് ചെയ്തിട്ട് ആ ഒരു ഡോറ് തുറക്കുകയായിരുന്നു. അപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. രണ്ടുപേരും മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്.
അപ്പോൾ ഹോട്ടൽ മാനേജർ ആയിട്ടുള്ള ജയദേവി യാദവും അതുപോലെ തന്നെ അവിടുത്തെ വേറൊരു സ്റ്റാഫായിട്ടുള്ള ഹരിപ്രസാദും ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. മരണം നടന്ന ഹോട്ടലാണെന്ന് പറഞ്ഞ് പിന്നീട് ആരും അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഇത് നൈസായിട്ട് ഒതുക്കണം എന്ന് അവർ ചിന്തിക്കുകയാണ്. അങ്ങനെ കുറച്ച് സ്റ്റാഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ 2 ബോഡിയും അവർ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞിട്ട് ഏതെങ്കിലും മോഡയിൽ കൊണ്ടുപോയി തള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കാറൊക്കെ വിളിച്ചിട്ട് നേരെ ആ ഒരു എന്താ പറയുക ബോഡി രണ്ടും എടുത്തുകൊണ്ട് പോയിട്ട് 2 സ്ഥലത്തായിട്ടുള്ള ഓടയിൽ ആ ബോഡി ഡിസ്പോസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ബോഡി അങ്ങനെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ടതായിരിക്കുമെന്ന് പോലീസുകാർ വിചാരിക്കുമെന്നും ഒരിക്കലും തങ്ങളിലോട്ട് എത്തില്ല എന്നുമായിരുന്നു അവർ ചിന്തിച്ചിട്ടുണ്ടായത്. എന്നാൽ ഈ ഒരു ജയദേവ് യാദവിന് പിന്നീട് ഇതിന് ശേഷവും ഭയങ്കരമായിട്ട് പേടി തോന്നുകയാണ്. ആൾക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ തനിക്കും കൊലപാതകത്തിനും തമ്മിൽ വേറെ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് മാനേജർ പറയായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ CCTV വിഷ്വൽസും മറ്റുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളാനും പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ അവിടുത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ഇവർ 2 പേരും ആ ഒരു മുറിയിലോട്ട് കയറുന്നതിൻ്റെ വിഷ്വൽസ് ഉണ്ട്. അതിനുശേഷം ആരും തന്നെ ആ ഒരു മുറിയിലോട്ട് പോകുന്നില്ല. അതായത് പുറത്തുനിന്ന് ആരും അങ്ങോട്ട് കയറുന്നില്ല, ആരും ഡോറ് തട്ടുന്നില്ല, അങ്ങനെയുള്ള യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അർച്ചനയെ കഴുത്ത് ഞെരിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബൽറാം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം പോലീസുകാർ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ ബോഡി ഡംപ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഹോട്ടൽ സ്റ്റാഫും ഈ മാനേജർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് എവിടെയാണ് ബോഡി ഡംപ് ചെയ്തത് എന്നുള്ളത് ചോദിച്ചു. അതിനുശേഷം അങ്ങോട്ട് പോയി ആ ഒരു ബോഡിയും റിക്കവർ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ബോഡി ഓട്ടോപ്സി ചെയ്തു. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലായത്. ആ ബോഡിയിൽ വിഷത്തിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. അതായത് ബൽറാം വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. ഈ ഒരു കേസിൽ പോലീസുകാരെത്തിയ ഒരു തിയറി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും അടി ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ആ ഒരു അടിയിൽ ഈ ഒരു സ്ത്രീ അയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടാവാം. അതിനുശേഷം അയാൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം. മേ ബി ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആയിരിക്കാം. അതുകൊണ്ട് അയാൾ വിഷവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകാം. ലൈക്ക് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുന്നുണ്ടായിരുന്നിട്ടുണ്ടാവാം. അത് സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ളൊരു കൊലപാതകവും ആകാം എന്നുള്ളൊരു അസംഷനും ഉണ്ട്. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം തന്നെ അറിഞ്ഞ അർച്ചനയുടെയും അതുപോലെ തന്നെ ഈ ബൽറാമിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് ആകെപ്പാടെ ഷോക്കാവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇവർ മരിച്ചത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള, അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊന്നുമില്ല. വെറും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ആയിരിക്കാം ഇവരുടെ മരണവും അതുപോലെ തന്നെ കൊലപാതകവും നടന്നിട്ടുണ്ടാകുക എന്നുള്ള ഒരു നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങളുടെ തോട്ട്സ് എന്താണ്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.